വെൽക്കം ബാക്ക് ടു ജീനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ ഒരു ഗുജറാത്തി സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ദോക്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ദോക്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് ബേസൻ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഫ്രഷായിട്ട് വാങ്ങിയ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. കടലപ്പൊടി കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ രുചി വ്യത്യാസം വരും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നിർബന്ധമില്ല. തൈര് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അത് ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ വെള്ളത്തിന് കറക്റ്റ് ഒരു കണക്ക് പറയുന്നില്ല, എന്നാലും എനിക്കൊരു 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നു. കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൊത്തം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ക്രീമിയും എന്നാൽ കുറച്ച് ലൂസുമായിട്ടുള്ളൊരു മിക്സായിട്ട് കിട്ടണം. ഇതുപോലെ ഈ ഒരു പരുവമായിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഈനോ ആണ്. 1/2 ടീസ്പൂൺ ഈനോ ചേർത്ത് കൊടുക്കുക. ഈനോയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ കളറിനൊരു വ്യത്യാസം വരും, അത് ഞാൻ പറയാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആവും നമ്മുടെ ഈ ബാറ്റർ. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. സ്റ്റീമറിലോട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രം നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. 20 മിനിറ്റ് സ്റ്റീം ചെയ്ത് തുറന്നതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സിറപ്പ് ഒഴിക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ കടുക് പൊട്ടിക്കുന്ന ഒരു കടായി എടുത്ത് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് 5 പച്ചമുളക് ചെറുതായിട്ട് നടുവേ ഒന്ന് കീറിയതായിട്ട് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് റോസ്റ്റായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില 1 കൈപ്പിടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സിറപ്പാണ് നമ്മുടെ ദോക്ലയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പോ മധുരമോ വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ കളറിന് അല്പം വ്യത്യാസം വരുമെന്ന്. ഇത് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തുണ്ടാക്കിയ ദോക്ലയാണ്. കണ്ടില്ലേ, ഒരു റെഡ് കളറാണ് അതിന് വരിക. നമ്മൾ മഞ്ഞളും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ചെറിയൊരു റെഡ് ഷെയ്ഡാണ് വരിക. ടേസ്റ്റിനും ചെറിയൊരു വ്യത്യാസം നമുക്ക് തോന്നും. പക്ഷെങ്കിൽ ഇതും സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. ഇങ്ങനെ ഈനോ കയ്യിലില്ലാത്തവർ ഇങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുറിച്ച് കഴിഞ്ഞുള്ളത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈനോ ചേർത്ത് കൊടുത്തത് കുറച്ചുകൂടെ ഒരു ഫ്ലഫിയാണ്. ഈനോ കയ്യിലില്ലെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ചൂട് കുറച്ച് മാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ദോക്ലയ്ക്ക് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സിറപ്പ് മുകളിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിന് ടേസ്റ്റ്. ഇതൊരു സ്പോഞ്ച് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സിറപ്പ് ഒഴിച്ചാലും അത് അബ്സോർബായി പൊക്കോളും. നമുക്ക് ഒരു പീസ് ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സ്നാക്കാണിത്.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിറപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സിറപ്പ് മുകളിൽ ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ട് വരും. അന്നേരമാണ് ഇത് നല്ല ടേസ്റ്റ്. സിറപ്പിൻ്റെ ടേസ്റ്റ് അല്പം കൂടെ മധുരം വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് സിറപ്പിൻ്റെ ടേസ്റ്റ് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ധോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്